That one small step for man, one giant leap for mankind. ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ നീൽ ആംസ്ട്രോങ് പറഞ്ഞ വാക്കുകളാണിവ. 1969 ജൂലൈ 20 ലോകത്തെ തന്നെ ഞെട്ടിച്ച ആ സംഭവം ഉണ്ടായത്. ലോക ജനതയെ ആശ്ചര്യത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ആ സംഭവം. എന്നാൽ ഇന്നും പലരും വിശ്വസിക്കുന്നത് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാല് കുത്തിയിട്ടില്ല എന്നാണ്. ഇത് തെളിയിക്കാൻ വേണ്ടി പല കോൺസ്പിറസി തിയറികളുമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. എന്താണ് സത്യം? മനുഷ്യൻ ഇനി ചന്ദ്രനിൽ കാല് കുത്തിയത് ഒരു കെട്ടുകഥയാണോ? അതോ മനുഷ്യൻ ഇനി ചന്ദ്രനിൽ കാല് കുത്തിയിട്ടില്ല എന്ന് പലരും കെട്ടിച്ചമയ്ക്കുന്നതാണോ? ഈ വീഡിയോയിലൂടെ നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. വർഷം 1969 ജൂലൈ 20. അന്നായിരുന്നു ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്ക ആ വാർത്ത പുറത്തുവിട്ടത്. ചന്ദ്രനിൽ മനുഷ്യൻ കാല് കുത്തിയിരിക്കുന്നു. അന്ന് വരെ നമ്മൾ അറിയാത്ത ചന്ദ്രൻ്റെ ഉപരിതലം നാം തൊട്ടറിഞ്ഞിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ കാലം. അന്ന് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ശീതയുദ്ധം നടക്കുന്ന സമയം. ഇരുകൂട്ടരും രാഷ്ട്രീയപരമായും ശാസ്ത്ര സാങ്കേതികപരമായും മത്സരങ്ങൾ നടക്കുന്ന കാലം. അന്ന് അവർ പല മേഖലയിലും കഴിവ് തെളിയിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. അതിലൊരു മേഖലയായിരുന്നു സ്പേസ്. പ്രധാനമായും സ്പേസ് റേസ് എന്നായിരുന്നു അവർ ഇതിനെ വിളിച്ചിരുന്നത്. USSR തൻ്റെ കഴിവുകൾ ഓരോന്നായി തെളിയിച്ചു കൊണ്ടിരുന്നു. ബഹിരാകാശത്ത് ഇറങ്ങുന്ന ആദ്യ മനുഷ്യൻ, ആദ്യ വനിത, ആദ്യ മൃഗം, അങ്ങനെ പലതും. പക്ഷെ അമേരിക്കയുടെ ആദ്യ മിഷൻസ് എല്ലാം പരാജയമായിരുന്നു. വർഷം 1961 മെയ് 25 US പ്രസിഡന്റ് ജോൺ എഫ് കെനഡി US കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി. 10 വർഷത്തിനുള്ളിൽ അമേരിക്ക ഒരു വ്യക്തിയെ സുരക്ഷിതമായി ചന്ദ്രനിൽ എത്തിച്ചിരിക്കും. And I am delighted that this university is playing a part in putting a man on the moon as part of a great national effort of the United States of America. പല മിഷൻസിലൂടെയും പല പരിശ്രമങ്ങളിലൂടെയും നാസ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കേണ്ട ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം ആ ദിവസം വന്നെത്തി. 1969 ജൂലൈ 16 കെനഡി സ്പേസ് സെൻറ്ററിൽ നിന്നും സാറ്റേൺ 5 റോക്കറ്റിൽ ആ 3 പേരും പറന്നുയർന്നത്. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് അൾഡ്രിൻ, മൈക്കിൾ കൊളിൻസ്. ഏകദേശം 60 കോടിയിലധികം ആൾക്കാർ TV-യിൽ ഈ രംഗം കാണുന്നുണ്ടായിരുന്നു. 4 ദിവസങ്ങൾക്ക് ശേഷം ജൂലൈ 20 അവർ ചന്ദ്രനിൽ എത്തിച്ചേർന്നത്. അന്ന് ചന്ദ്രനിൽ കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് അൾഡ്രിനുമായിരുന്നു. ലൂണാർ മോഡ്യൂളായിരുന്നു അവർ ചന്ദ്രനിൽ ഇറങ്ങാൻ സഹായിച്ച പേടകം. മൈക്കിൾ കൊളിൻസ് ചന്ദ്രനിൽ ഇറങ്ങാതെ കമാൻഡ് മോഡ്യൂളിൽ ചന്ദ്രനെ ഓർബിറ്റ് ചെയ്യുകയായിരുന്നു. ഏകദേശം 2.25 മണിക്കൂർ അവർ അവിടെ ചിലവഴിച്ചു. അവർ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ അമേരിക്കയുടെ ഒരു കൊടി കുത്തുകയും അവിടെ നിന്നും പാറകളും മണ്ണും ശേഖരിക്കുകയും കൂടാതെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്തു. പക്ഷേ ചന്ദ്രനിൽ കാലുകുത്തിയത് വെറും കെട്ടുകഥയാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. മൂൺ ലാൻഡിംഗ് ഒരു സ്റ്റുഡിയോയിൽ ചിത്രീകരിച്ചതാണെന്നും ഈ 3 പേരും റോക്കറ്റ് ലാൻഡിംഗ് സമയത്ത് ഒരു സീക്രട്ട് പാസേജ് വഴി രക്ഷപ്പെട്ടു എന്നും ഇവർ അവകാശപ്പെടുന്നു. കോൺസ്പിറസി തിയറിസ്റ്റുകൾ പറയുന്ന ഒന്നാമത്തെ വാദം നീൽ ആംസ്ട്രോങ് എടുത്ത ഈ ചിത്രമാണ്. ഇതൊന്ന് ശ്രദ്ധിക്കൂ. നീൽ ആംസ്ട്രോങ്ങിൻ്റെ അടുത്തുള്ള ആ വസ്തുവിൻ്റെ നിഴൽ പാരലൽ അല്ല. ചന്ദ്രനിലുള്ള ഒരേ ഒരു പ്രകാശം എന്ന് പറയുന്നത് സൂര്യനാണ് ഒരേ ഒരു പ്രകാശ സ്രോതസ്സെങ്കിൽ ഈ 2 നിഴലുകളും പാരലൽ ആവേണ്ടതല്ലേ? അതുകൊണ്ട് തന്നെ ഇത് സ്റ്റുഡിയോയിൽ ക്യാമറ ലൈറ്റിംഗ് സെറ്റപ്പോട് കൂടി എടുത്ത ചിത്രം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ചന്ദ്രൻ്റെ ഉപരിതലം നിരപ്പായതല്ല, മറിച്ച് ഒരുപാട് ക്രാറ്ററുകളും കല്ലും മലയും ഒക്കെയുള്ള പ്രതലമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഉണ്ടാകുന്ന നിഴലുകളിൽ നിന്ന് വ്യത്യസ്തമായതും അവ്യക്തമായ നിഴലുകൾ മാത്രമേ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ. രണ്ടാമതായി അവർ പറയുന്നത് നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനടുത്ത് വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റ് എന്ന മേഖലയുണ്ട്. ഇവിടെ ഒരുപാട് റേഡിയേഷനും ചാർജ് പാർട്ടിക്കിൾസും ട്രാപ്പായി കിടക്കുന്ന മേഖലയാണ്. എങ്കിൽ അവർ ഈ മേഖല കടന്നു പോയിട്ടുണ്ടെങ്കിൽ റേഡിയേഷനും കാരണം മരിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെയാണെങ്കിൽ ചന്ദ്രനിൽ ഇറങ്ങിയത് ഒരു തട്ടിപ്പല്ലേ? പക്ഷേ വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റിലൂടെ ഏതൊരു വാഹനമായാലും കടന്നു പോകുന്ന സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കുറച്ച് സമയം ഇതുവഴി കടന്നു പോകുന്നത് അവർക്ക് അപകടമൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. മൂന്നാമത്തെ കോൺസ്പിറസി തിയറിയാണ് ചന്ദ്രനിൽ ഉയർത്തിയ അമേരിക്കൻ ഫ്ലാഗ്. ഈ ഫോട്ടോയിൽ ചന്ദ്രനിൽ ഉയർത്തിയ അമേരിക്കൻ ഫ്ലാഗിനെ അഭിമാനത്തോടെ സല്യൂട്ട് ചെയ്യുന്ന എഡ്വിൻ അൾഡ്രിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ആ ഫ്ലാഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അത് കാറ്റിൽ പാറുന്നുണ്ട്. ചന്ദ്രനിൽ അന്തരീക്ഷവുമില്ല, കാറ്റുമില്ല. എങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ ഫ്ലാഗ് കാറ്റിൽ പാറുന്നത്? പക്ഷേ ആ ചിത്രത്തിൽ തന്നെ ആ തെളിവുണ്ട്. ചന്ദ്രനിൽ കാറ്റില്ലാത്തത് കൊണ്ട് തന്നെ നാസ മുൻകൂട്ടി ആ ഫ്ലാഗ് പറക്കുന്ന രീതിയിൽ ഒരു മെറ്റൽ റോഡ് വെച്ചിട്ടുണ്ടായിരുന്നു.
നാലാമതായി അവർ അവകാശപ്പെടുന്നതാണ് ചന്ദ്രനിൽ നിന്ന് എടുത്ത ഫോട്ടോയിൽ നക്ഷത്രങ്ങളില്ല. ആ ഫോട്ടോ ചന്ദ്രനിൽ നിന്ന് എടുത്തതാണെങ്കിൽ അവിടെ നക്ഷത്രങ്ങൾ ഉണ്ടാകേണ്ടതല്ലേ? പക്ഷെ ആ ഫോട്ടോയിൽ നക്ഷത്രങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല. അവിടെ അന്തരീക്ഷവുമില്ല, മേഘങ്ങളും കാണപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാൻ സാധിക്കേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറ എക്സ്പോസർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ആസ്ട്രോനോട്ട്സിനെയും മൂൺ സർഫസിനെയും ഫോക്കസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ മങ്ങിയ നക്ഷത്രങ്ങൾ ക്യാമറയിൽ പതിയില്ല. ഇത് മാത്രമല്ല, കോൺസ്പിറസി തിയറിസ്റ്റുകൾ ഇനിയും ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ളതിന് തെളിവുകളുണ്ട്. അവർ കൊണ്ടുവന്ന മൂൺ റോക്സും മൂൺ സോയിലുകളുമാണ് ഇതിനുള്ള തെളിവ്. എന്താണ് യാഥാർത്ഥ്യം? മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തിയത് വെറും കെട്ടുകഥയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.